എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പം നമ്മുടെ പ്ലാവാണ്, പ്ലാവിൻ്റെ തല ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയണതേ മഴ കുറച്ച് കുറഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താ ഈ കാര്യങ്ങളെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അപ്പം അടുപ്പിച്ച് മഴയായ കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല. ഇതാണ് കേട്ടോ വേറെ പ്ലാവ്. പ്ലാവിൻ്റെ തലഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും അറ്റത്തൊരു ചക്കയുണ്ട്, പിന്നെ ചക്കൊക്കെ പിന്നെ അതിൻ്റെ വേരിൻ്റെ താഴെ ഭാഗത്താണ്. അങ്ങനെ നമുക്ക് കൂടുതലും ചക്കയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കറി വയ്ക്കാനും ഉപ്പേരിക്കും പിന്നെ വറുക്കാനൊക്കെ ചക്ക കൂടുതലായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ളത് മാങ്ങയാണ്. അപ്പം മാങ്ങ ഞാൻ വീണത് നല്ലതൊക്കെ നോക്കിയിട്ടാണ് പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീത് വന്നിട്ടുണ്ട് മാങ്ങ വാങ്ങാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉള്ള കാരണം മാങ്ങയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ മാങ്ങ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും ശ്രീധും ലച്ചൊക്കെ കൂടിയിട്ട് അവിടെ സൈഡിലിരുന്ന് അത് കഴുകിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി. അപ്പോൾ നമുക്ക് കിട്ടിയ മാങ്ങയൊക്കെ ക്ലീൻ ചെയ്ത് പുഴുവൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കഴിക്കണത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷമേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെ കുറേ മാവുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കി മാങ്ങ കിട്ടുമോ അറിയാനായിട്ട്. അങ്ങനെ മാങ്ങ എല്ലാം ഒരുവിധമൊക്കെ പഴുത്ത മാങ്ങയാണ്. പിന്നെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ചിക്കു ഒരു തോട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മാങ്ങയൊക്കെ പറിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ മാങ്ങ പറിക്കാനൊക്കെ ആയിട്ട് സഹായിച്ചത് അമ്മായിയും പാപ്പനുമാണ്. അപ്പോൾ പാപ്പനാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ മാങ്ങ പൊട്ടിച്ചെന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ BEdൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടിരുന്നു കേട്ടോ. BEdൻ്റെ ഇങ്ങനെ കുറേ വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഓരോന്നും അപ്പം സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ കണ്ടൻറ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ കാക്ക 4 മണിയായപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ കാക്കയ്ക്ക് പലഹാരം ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തത്. പിന്നെ നമ്മൾ ഇന്ന് സിനിമ കാണാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോണത്. നമ്മൾ 17 ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ മഴയെ കാരണം ഇങ്ങനെ വണ്ടിയിലൊക്കെയാണ് കേട്ടോ പോണത്. പിന്നെ ഈ സിനിമ കാണാനൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഞാൻ, ചിക്കു ചേട്ടൻ, പിന്നെ ശ്രീതു, ലച്ചു, സനുചേട്ടൻ, രശ്മേച്ചി, ഗ്രീഷ്മേച്ചി, അല്ലൂട്ടൻ, പിന്നെ ദീപുവിൻ്റെ അമ്മ, രാഗിൽ ചേട്ടൻ, അഞ്ജു, പിന്നെ രാഗിൽ ചേട്ടൻ്റെ അച്ഛനമ്മയും നഗിൽ ചേട്ടൻ, ഐശ്വര്യേച്ചി, അവരുടെ ഉണ്ണിയുണ്ട്, പിന്നെയുള്ളത് അഞ്ജുവിൻ്റെ അമ്മ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ട്രിപ്പിൽ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ തിയേറ്ററിൽ എത്തിയത്. തിയേറ്ററിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെയാ പേര് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്തൊക്കെ എത്തി. പിന്നെ ഈ പലഹാരങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു 3 കാറൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എത്തിയത്. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശ്രീതുണ്ട് കേട്ടോ. ശ്രീതൊക്കെ സിനിമ കാണാനായിട്ട് ത്രില്ലടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നരിവേട്ട എന്ന് പേരായിട്ടുള്ള സിനിമയാണ് കേട്ടോ കാണണത്. എല്ലാവരും ഈ പാട്ടൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ സിനിമ നല്ല സിനിമയാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സിനിമയാണ്. പല ആശയങ്ങളും സിനിമയെ കൂടെ കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസമായിട്ടാണ് പിന്നെ ഞങ്ങൾ സിനിമ കണ്ട് വന്ന് കിടന്നുറങ്ങി. അടുത്ത ദിവസമായി. അപ്പോൾ അമ്മ ആണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പനിയാണ്. അപ്പം ഞാൻ അമ്മേനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ബസ്സിലാണ് പോയത്. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഒരു കാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരാഴ്ചയോളം നല്ല വേദനയായിരുന്നു. കാല് അനക്കാൻ പറ്റാത്ത പോലത്തെ വേദനയായിരുന്നു. അത്രയ്ക്ക് ഇടിയാണ് ഉണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മേനെ ഡോക്ടറുടെ അടുത്തൊക്കെ കാണിച്ചു. അപ്പോൾ പനിയാണ് കേട്ടോ ആൾക്ക്. മരുന്ന് ഉച്ചക്കത്തെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് മരുന്ന് കഴിച്ചു. പിന്നെ ജിഷേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ അമ്മയും ജിഷേച്ചിയും കൂടി പോയി. പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്കൊക്കെ പോന്നു കേട്ടോ. പിന്നെ വീട്ടിൽ എത്തിയപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ട്, പഠിക്കണ കാര്യങ്ങളുണ്ട് ഓൾറെഡി. അപ്പോൾ ടൈമില്ല. അപ്പം ഞാൻ ചിക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഐസ്ക്രീം വാങ്ങി കൊണ്ടുവരുമെന്ന്. അപ്പോൾ എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സ്നേഹം കാരണം. അങ്ങനെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എനിക്ക് ഐസ്ക്രീം അധികം കഴിക്കാൻ പറ്റില്ല, കാരണം തൊണ്ടവേനയൊക്കെ പെട്ടെന്ന് വരും. തൊണ്ടവേന വന്നാൽ പിന്നെ നീരുവീഴ്ച, കഫക്കെട്ട്, ചുമ, പനി എല്ലാം വരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പ്, മുരിങ്ങയിലയും പിന്നെ അച്ചാറും പപ്പടമാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത്. അപ്പം ഞാൻ കൂടുതലും ചിക്കു ഉണ്ടെങ്കിൽ ചിക്കുവിൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതൽ ഇരിക്കാറ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോണതേ
നമ്മുടെ അഞ്ജുവിന് ജോലി സെറ്റായി. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നാട്ടിലുണ്ടാവില്ല. പിന്നെ അഞ്ജുവിൻ്റെ രാഹുൽ ചേട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരണത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ജോലി വാങ്ങിയതിൻ്റെ സന്തോഷവും പിന്നെ വിവാഹ വാർഷികവും. അപ്പോൾ ആ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി അവരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ചിക്കു ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ പ്രേതത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പണ്ട് ഇതിവിടെ പോകുമ്പോൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഓഫാക്കിയിട്ട് എന്നെ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ എത്തി. ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.